ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം മീഖാപ്രവചനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 11 വാക്യം. ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ജീവിതത്തിലെ സുപ്രധാനമായ 18 സംവത്സരങ്ങൾ നെടുവീർപ്പോടെ വേദനയോടെ തള്ളി നീക്കിയ ഒരു മാതാവായിരുന്നു ഇത്. പേരുകൊണ്ട് അറിയപ്പെട്ടിരുന്നില്ലെങ്കിലും അവളിലെ അപൂർണതയെ പേരിലൂടെ വിളിച്ചറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണിത്. ദൈവരാജ്യം സാത്താന്റെ മേൽ നേടിയെടുക്കുന്ന വിജയത്തിന്റെ ശക്തിയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു ശബത്തിന്റെ നാഥനാണ്. അതിനാൽ ദൈവരാജ്യത്തിലെ മധുര ഫലങ്ങളായ സ്നേഹപൂർവവും ശക്തിനിഷ്ഠവുമായ കർമ്മങ്ങൾക്ക് ശബത്ത് അനുയോജ്യമായി തീരുന്നു. ഇവിടെ യേശുവിൻ്റെ സാമീപ്യം അവൾക്ക് സൗഖ്യദായകമായി തീരുന്നു. ഈ മാതാവിൻ്റെ ജീവിതത്തിലെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സ്വാതന്ത്ര്യം ഉള്ളവളായി തീരുന്നു. 18 സംവത്സരമായി രോഗിയായി അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞവൾക്ക് എല്ലായിടത്തും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ആ അടിച്ചമർത്തലിൽ തളരാതെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് അവൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു. അതിൻ്റെ പ്രതിഫലമായാണ് അവൾ ആരാധനയ്ക്കായി ദൈവാലയത്തിലേക്ക് പോകുന്നത്. ചില നോട്ടം, ചില ഇടപെടൽ, മറ്റുള്ളവരുടെ തെറ്റായ ധാരണകൾ, ഇവയെല്ലാം അവളെ അടിമത്വത്തിലേക്ക് എത്തിക്കുന്നു. അതിനാൽ തന്നെ തൻ്റെ പരിമിതികളെയും പരിധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് അവൾക്ക് ലഭിക്കുന്നുണ്ട്. അവൾക്ക് ലഭിക്കാത്ത സൗഖ്യം യേശു ഇവിടെ അവൾക്ക് നൽകുന്നു. തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ 18 സംവത്സരക്കാലം താൻ ആരാധനയിൽ പങ്കെടുത്തിട്ടും അവൾക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. ആ ഇടത്തിലാണ് യേശു കർത്താവ് അവൾക്ക് സൗഖ്യം നൽകുന്നത്. 2 തരത്തിലാണ് യേശു കർത്താവ് അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. ഒന്ന്, യേശു കർത്താവ് പരസ്യമായി ആ സ്ത്രീയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ശബത്ത് ദിവസം തന്നെ അവൾ മോചിതയാകുന്നു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന വാചകം അവളെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിലൂടെ അവൾ തൻ്റെ ജീവനെ നേടുന്നു. അതായിരുന്നു അവളുടെ ജീവിതത്തിലെ 2ാമത്തെ പ്രത്യേകത. സുനഗോഗിലെ അധികാരിയുടെ രോഷത്തിൻ്റെ തനി നിറം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട് ഇങ്ങനെ പറയുന്നു, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറയുന്നു. ഇതൊരു വലിയ താക്കീത് തന്നെ ആയിരുന്നു. പ്രിയമുള്ളവരെ, ശബത്ത് എന്ന് പറയുന്നത് സ്വസ്ഥതയാണ്. സ്വസ്ഥമായിട്ട് ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയം. എന്നാൽ ഈ ശബത്തിന് യേശു കർത്താവ് പുതിയ അർത്ഥം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വസ്ഥത മറ്റുള്ളവരുടെ സൗഖ്യത്തിന് മുഖാന്തരമാകണം എന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി ഈ സംഭവത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഈ ദേവാലയത്തിൽ സൗഖ്യവും ജീവനുമല്ല, മറിച്ച് ആചാരമാണ് അവർക്ക് പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ജീവനെ ഹനിക്കുന്നതല്ല, മറിച്ച് ജീവനെ പരിപോഷിപ്പിക്കുന്നത് ആയിത്തീരണം. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവൻ പ്രാപിക്കുന്നതിനും പങ്കുവെക്കുന്നതിനും മുഖാന്തരമായി തീരണം നമ്മുടെ ആരാധനകൾ. അത്തരത്തിൽ നമ്മുടെ ആരാധനകൾ അപരൻ്റെ ജീവനെ പരിപോഷിപ്പിക്കുന്നതായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായും അപരനെ കരുതുന്നവരായും തീരുവാൻ ഞങ്ങളുടെ ആരാധനകളിലൂടെ ഇടയാക്കണമേ. ആമേൻ.